ഹലോ, ഇന്ന് നമുക്കൊരു വെറൈറ്റി രസം അതാണ് തയ്യാറാക്കുന്നത്. ഇങ്ങനൊരു രസം ഉണ്ടെങ്കിൽ ഊണ് കഴിക്കാൻ എന്ത് രസമാല്ലേ. നമുക്ക് ഈ രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അതിലേക്കായിട്ട് ഞാൻ എടുത്ത് 2 വലിയ പഴുത്ത തക്കാളിയാണ്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് തക്കാളിയുടെ ഇതിൻ്റെ മൂട് വരുന്ന ഭാഗം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് തക്കാളിയുടെ പുറത്ത് പിച്ചാത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അത് വേവട്ടെ. വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് പുളിയെടുത്ത് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 2 സ്പൂൺ കുരുമുളക് ചേർക്കുക. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടാണ് പച്ചമുളകും ചേർത്ത് വറ്റൽമുളകും ചേർക്കുക. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കണം. കുരുമുളകുണ്ട്, അതിനനുസരിച്ചുള്ള മുളക് ചേർക്കുക. അത് ചേർത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി അത് വൃത്തിയാക്കിയത് അതിലേക്ക് ചേർത്തിട്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം. അത് ഇളക്കി തൊലിയോടുകൂടി തന്നെ നമുക്ക് ഇടാം. പിന്നെ അതിലേക്ക് 1 സ്പൂൺ മല്ലി ഇടുക, 1 സ്പൂൺ ജീരകം ചേർക്കുക. ഇത് ഇത്രയും കൂടി ചേർത്ത് ഒരല്പം കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അരയ്ക്കേണ്ട, ചതച്ചാൽ മാത്രം മതി. ചതച്ച് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി നന്നായിട്ട് വേവും. വെന്തതിൻ്റെ പുറംതൊലി അതിൽ നിന്ന് വേറിട്ട് വരും. വെള്ളത്തിലോട്ട് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോഴും തക്കാളി വെന്തിട്ടുണ്ടാവും. അത് തണുക്കട്ടെ. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില വൃത്തിയാക്കി ഇല മാത്രം വേറിട്ടിട്ട് അതിൻ്റെ തണ്ടും വേറെയായിട്ട് അരിഞ്ഞു വയ്ക്കുക. അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് തക്കാളിയുടെ പുറംതൊലി ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. അതെടുത്ത് മാറ്റിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഈ തക്കാളിയെ ഉടച്ച് ചേർക്കണം. സ്പൂൺ കൊണ്ട് ഉടച്ചാൽ ഇത്രയും നന്നായിട്ട് ഉടഞ്ഞു കിട്ടത്തില്ല. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അത് കാരണം വാട്ടിയ തക്കാളി അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് കൈകൊണ്ട് നന്നായിട്ട് ഉടയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കതിൽ തക്കാളിയുടെ പുറംതൊലി വേറിട്ട് വരും. അത് നമുക്കിങ്ങ് എടുത്ത് മാറ്റാം. നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഉടച്ച് ചേർക്കണം. വലിയ വലിയ പീസ് തക്കാളി കിടക്കാതെ. കൈകൊണ്ടാകുമ്പോൾ നമുക്കറിയാമല്ലോ. അങ്ങനെ മാക്സിമം അങ്ങ് ഉടച്ച് ചേർത്തിട്ട് നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന പുളിയുണ്ടല്ലോ, ആ പുളിയിൽ നിന്ന് നമ്മുടെ പുളിപ്പിന് ആവശ്യമായത്, തക്കാളിയുടെ പുളിക്ക് പോരാത്ത പുളിപ്പിനുള്ളത് ചേർക്കുക. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും കൂടെ ആയി കഴിയുമ്പോൾ നമ്മൾക്ക് ഈ തക്കാളിയും ഉപ്പും പുളിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. അത് ചൂടാകട്ടെ. ചൂടാകുന്ന സമയത്തേക്ക് നമുക്കതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ അതൊഴിച്ചിട്ട് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടുക. കടുകിട്ട് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് 1 വറ്റൽമുളകോ 2 വറ്റൽമുളകോ അതൊന്ന് മുറിച്ചിട്ട് മൂപ്പിച്ച് അല്പം കറിവേപ്പിലയും മൂപ്പിച്ചിട്ട് നമ്മൾക്ക് ചതച്ചു വെച്ച സാധനങ്ങൾ അതിലേക്ക് ചേർത്തൊന്ന് വഴറ്റാം. അപ്പോൾ ഈ ചതച്ചത് ഇത്രയും കൂടുതലല്ലേ എന്ന് തോന്നാം. അത് ഇത്രയും ഞാൻ കൂടുതലെടുത്തത് അതിൻ്റെ കുറച്ച് കൊണ്ട് വേറൊരാവശ്യമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് മൂപ്പിക്കുക. നന്നായിട്ട് മൂത്ത് വരണം. അതിൻ്റെ പച്ചമണം മാറി മൂത്ത് വരുമ്പോൾ അത് ഫ്ലെയിം നമ്മൾ മീഡിയം ടു സിമ്മിലേക്ക് മാറ്റിയിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. കരിഞ്ഞു പോകാതെ മൂത്ത് കിട്ടണം. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇതുപോലെ കോരി മാറ്റി അതവിടെ ഇരിക്കട്ടെ. ബാക്കിയുള്ള സാധനത്തിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുകയല്ലേ തക്കാളിയും പുളിയും വെള്ളവും എല്ലാം കൂടെ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇളക്കി ചേർത്തിട്ട് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി അത് ഇപ്പോഴാണ് ചേർക്കുന്നത്. നമ്മൾ ചതയ്ക്കുന്ന സമയത്ത് മിക്സിയിൽ ഇട്ട് ചേർക്കാവുന്നതാണ്. ഞാൻ ആ സമയത്ത് സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴിട്ടത്. ആ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മല്ലിയില നമ്മൾ മാറ്റി വെച്ചില്ലേ, ആ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് കായപ്പൊടി ചേർക്കാം. ഞാൻ 1 സ്പൂൺ കായപ്പൊടിയാണ് ചേർത്തത്. കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ വറുത്ത ഉലുവാപ്പൊടിയാണ് ചേർത്തത്. പച്ച ഉലുവ നമ്മൾ മിക്സിയിൽ കൂടെ ചതയ്ക്കുമ്പോൾ ടേസ്റ്റ് മാറും. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ചതയ്ക്കാതെ വറുത്ത ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനെ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചു. അത് ചൂടാകുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അത് തിളയ്ക്കാനായിട്ട് തുടങ്ങുന്ന സമയമാവും. അത് സൈഡിൽ ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങും. ആ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഒരിക്കലും ഈ രസം തയ്യാറാക്കുമ്പോൾ ഒരുപാടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കരുത്. അപ്പോഴതിൻ്റെ ടേസ്റ്റ് മാറും. ഇനി രസം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കുമ്പോൾ ദേ നോക്കൂ, നമ്മൾ അടിപൊളി രസം തയ്യാറായി കഴിഞ്ഞു. ഊണിനൊപ്പം ഈ ഒരു രസം ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. ഒരു അച്ചാറോ എന്തെങ്കിലും കൂടെ മതി, ഒരു ചമ്മന്തിയോ മതിയല്ലേ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഊണ് കഴിക്കാൻ പറ്റും.
ഇനി ഞാൻ കുറച്ച് വറുത്തപ്പോൾ മാറ്റി വെച്ച സാധനമില്ലേ, ആ മസാല അത് ദേ ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് അരിഞ്ഞപ്പോൾ മാറ്റി വെച്ച മല്ലിയില തണ്ടും ഇട്ട് അല്പം പുളിയും ചേർത്ത് കുറച്ച് തേങ്ങയും ചേർത്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ അതിനെ ഒന്നിങ്ങി അരച്ചെടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തിയും റെഡിയായി. നോക്കൂ, അപ്പോൾ രസവുമായി ചമ്മന്തിയായി. ഇനിയിപ്പോൾ ഊണിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.